നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്യാൻ പോകുന്നത് ഞാൻ 2 പൈൽ വെക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പൈൽ ഗ്രീൻ കളർ പെന്നാണ്, സെക്കൻഡ് പൈൽ റെഡ് കളർ. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്ന പേഴ്സൻ്റെ മെസ്സേജസ് ആണ്. ഓക്കെ, അവർ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ഫസ്റ്റ് പൈൽ ഗ്രീൻ കളർ, സെക്കൻഡ് പൈൽ റെഡ് കളർ. ഓക്കെ, ചൂസ് ചെയ്തോളൂ. ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ, ഗ്രീൻ കളർ. ഓക്കെ, ആൻഡ് സോറി, മെസ്സേജസ് ഇതിൽ നിന്നാണ് നോക്കാൻ പോകുന്നത് ഞാൻ. സർക്കിൾ ഓഫ് ലൈഫ് ടാരോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അവരുടെയാണ് കാർഡ്സ്. ഓക്കെ, മെസ്സേജസ് കാർഡ്സ് ആണിത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ക്വിക്ക് മെസ്സേജസ്, നോട്ട് ടു ഡീപ്പ്. അവർക്ക് നിങ്ങളോട് എന്താണ് പറയാൻ ഉള്ളതിപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ ഗ്രീൻ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്ന. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് സോർഡ്സ്, 5 swords, queen of pentacles, 8 of cups, 9 of swords. Okay, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാരീഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു മാരേജ് സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം. അല്ലാത്തവർ ഓക്കെ, ലൈക്ക് സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ല, നിങ്ങൾ രണ്ടുപേരും സിംഗിളൊക്കെ ആണെങ്കിലും ശരി. ഓക്കെ, ലൈക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന വേറെ ആരോ ഉണ്ട് എന്ന രീതിക്ക് എടുക്കാം. അതിപ്പോൾ പാരൻസ് ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, സിസ്റ്റർ ബ്രദർ, അങ്ങനെ ആരും ആവാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ കൊളീഗ്സ് ആരെങ്കിലും, ലൈക്ക് ആരെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരോ ഉണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇൻലോസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി അങ്ങനത്തെ ഇഷ്യൂസ്. ഓക്കെ, സോറി, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ഫാമിലി തടസ്സങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന ആരോ ഉണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ക്ലിയർ ആയി കാണും. സോ ഇവിടെ 2-3 സിറ്റുവേഷൻ ആവാം. ഇവിടെ മെയിൻലി എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇപ്പോൾ ചെയ്യാൻ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എനിക്ക് ചില കടമകളുണ്ട്. ഓക്കെ, ഞാനത് പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. എനിക്ക് നിന്നെ കാണുന്നത് ഞാൻ എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഓക്കെ, അത്രയും ലൈക്ക് ഒരു ശരിക്കും ഒരു മാരേജ് ചെയ്യാം, അല്ലെങ്കിൽ അത്രയും ഒരു കുടുംബം പോലെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന രീതിക്കാണ് ഞാൻ കാണുന്നത്. പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പോൾ തടസ്സങ്ങളുണ്ട്. എനിക്കിപ്പോൾ വേറെ ചില കാര്യങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഞാൻ പെട്ട് നിൽക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. എൻ്റെ ഫാമിലിയിലും ഇപ്പം എനിക്ക് പ്രശ്നങ്ങളാണ്. അവിടെയും എനിക്ക് സ്വസ്ഥതയൊന്നുമില്ല. അവിടെയും പല കോൺഫ്ലിക്ട്സും നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും അവിടെയും ഞങ്ങൾ ഒത്തൊരുമയിലല്ല പോകുന്നത്. അതിപ്പോൾ പാരൻസ് ആയാലും ഫാമിലി ആയാലും ആരായാലും. ഓക്കെ, ചില പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളും അവിടെയും ഒരു ശരിയായിട്ടല്ല പോകുന്നത്. ഞാൻ അതിലൊക്കെ വിട്ടുമാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണം എനിക്ക് നിന്നോട് അധികം അറ്റാച്ച്ഡ് ആവാൻ പറ്റുന്നില്ല. അവിടെ എനിക്കൊരു കൂടുതൽ അടുക്കാൻ, കൂടുതലൊരു സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാം കൊണ്ടും ഒരു സമാധാനപരമായ ഒരു ലൈഫല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ നിനക്ക് തരാൻ പറ്റുന്ന ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും പഴയ പോലെ, അല്ലെങ്കിൽ അത്രത്തോളം എനിക്ക് ഇൻവോൾവ് ആവാൻ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അതെല്ലാം വിട്ട് പിന്നിൽ ഉപേക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ സ്ട്രെസ്സ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വിട്ടുമാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാനത് അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്, ഒരുപാട് ടെൻഷൻസ് വരുന്നുണ്ട്. ഒരുപാട് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് പേടികൾ, ടെൻഷൻ, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ബന്ധത്തിൽ എഫേർട്ട് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അഗൈൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ലൈഫിൽ ഏത് സിറ്റുവേഷനിലാണ് ഇപ്പം ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തിലാണ് ഞാനിപ്പോൾ നിൽക്കേണ്ടത് എന്നെനിക്കൊരു തീരുമാനം എടുക്കാൻ എനിക്കിപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയാതിരിക്കുന്നത്, എൻ്റെ തുറന്ന് കാണിക്കാത്തത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ ഞാൻ പലപ്പോഴും നിന്നെ അവോയ്ഡ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ് ശരിക്കും. കാരണം എനിക്ക് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് ഒരു ന്യായമായ ഉത്തരങ്ങൾ തരണം. അതെനിക്കിപ്പോൾ സാധിക്കില്ല. അതിനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പം ഞാൻ.
എല്ലാം ബെറ്ററായിട്ട് നമ്മൾ തമ്മിലൊരു മുന്നോട്ട് എന്ന രീതിക്ക് അറിയില്ല എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്കതെല്ലാം വിട്ടു മാറിയിട്ട് എല്ലാം ഒന്ന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ശരിക്കും നിൻ്റെ കൂടെ സമയങ്ങളിൽ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, 2 ഓഫ് സോഡ്സ് ആണിത്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എനിക്കൊരു ഡിസിഷൻസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചൂസ് ചെയ്യണം, ആരെ ചൂസ് ചെയ്യണം, ഞാൻ ഏത് വഴിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം എനിക്ക് ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. I want to enjoy some cute romantic time with you. I plan on surprising you with a gift or message. I want to be in a committed long-term secure relationship. Stability is key. Queen of Pentacles. The Queen of Pentacles ആണ് ഇതും Queen of Pentacles. Love for me is all about nurturing and financial stability. ഞാൻ പറയാം. Let the dogs bark. I will remain unaffected with what is being thrown at me. I feel this deep spiritual and intuitive connection with you, but maybe for now I'll keep this to myself. Okay, 10 of Wands again, ഭാരങ്ങൾ. I'm feeling heavily burdened and it is weighing me down. Okay, so നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അവർക്കിപ്പോൾ ഒരുപാട് ഭാരങ്ങളുണ്ട്. അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ്, കാര്യങ്ങൾ, ഒരുപാട് ഭാരങ്ങൾ അവരുടെ മേലെയുണ്ട്. ഓക്കെ, അത് അവരെ ഒരുപാട് തളർത്തുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഐ ഹാവ് ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ഫോർ യു. ഐ ഫീൽ ഇമോഷണലി കണക്റ്റഡ് ടു യു. നിങ്ങളോടുള്ള കണക്ഷൻ ഇമോഷണലായിട്ട് വളരെയധികം സ്നേഹം എന്ന രീതിക്ക് തന്നെയാണ്. ഐ വോണ്ട് ടു എൻജോയ് സം ക്യൂട്ട് റൊമാൻറ്റിക്. അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ നിങ്ങൾക്കൊരു സർപ്രൈസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഒരു മെസ്സേജ് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് എത്ര വേഗം വരുന്നു എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം ലെറ്റ് ഗോ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും. അതായത് നിങ്ങൾ എത്രത്തോളം ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു അതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഐ വോണ്ട് ടു ബി ഇൻ എ കമ്മിറ്റഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഞാനിവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. ലവ് ഫോർ മീ ഈസ് ഓൾ അബൌട്ട് ന്യൂഷറിങ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേബിൾ. അവർ ആഗ്രഹിക്കുന്നത് ശരിക്കും ഒരു ഫൈനാൻഷ്യലി ഒക്കെ സ്റ്റേബിളായിട്ട് നമ്മൾ ഒന്നിച്ചൊരു നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യണം എന്ന രീതിക്കാണ്. ഇപ്പോൾ ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് അവർ വളരെ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. ശരിക്കും ഒരു പ്രാക്ടിക്കലായ ഒരു ജീവിതം വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് മാരേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട് അവർക്ക്. ഒരു ഫാമിലി വേണം, കുട്ടികൾ, അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്താ തടസ്സങ്ങളുണ്ട്. ഓക്കെ, അത് ഭാരങ്ങളുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആഗ്രഹങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണ്. ബട്ട് അവർക്ക് ആക്ഷനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഗോസിപ്പ് ഉണ്ടാവാം. ഓക്കെ, ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഗോസിപ്പ് നടക്കുക, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിനെ പറ്റി നിങ്ങളോട് നെഗറ്റീവായിട്ട് പറയാം, നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ട് പറയാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവാം. സോ ഇവിടെ പറയുന്നത് ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനിവിടെ ഹൈ പ്രീസ്റ്റസ്, യെസ്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്പിരിച്വലി ഡീപ്പ് കണക്ഷൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രോങ് ആ ഒരു ഫീലിംഗ് അവർക്ക് എപ്പോഴും നിങ്ങളോടുണ്ട്. ബട്ട് യെസ്, സിറ്റുവേഷൻ സാഹചര്യം കൊണ്ടുള്ള ചില തടസ്സങ്ങളാണ്. ഇപ്പോൾ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. വേണം, റിലേഷൻഷിപ്പ് വേണം. ഓക്കെ, ഇടയ്ക്ക് അവർ സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജുമായിട്ടൊക്കെ വരാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു സ്റ്റേബിൾ കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു എനർജി അല്ല എനിക്ക് കാണുന്നത്. അവർ കമ്മിറ്റഡ് ആണ്, ബട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെയും സിറ്റുവേഷൻസ് ഉണ്ട്. അതിൻ്റേതായ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ. ഓക്കെ, സോ പൈൽ 1കാർക്ക് ഇതായിരുന്നു മെസ്സേജ്. സെക്കൻഡ്. ഓക്കെ, ആ കാർഡൊന്ന് മറിച്ചതാണ്. ഓക്കെ, നമുക്കിനി പൈൽ 2ലേക്ക് പോവാം. സോറി. പൈൽ 2 റെഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാൻ, ആക്ച്വലി റെഡ് കാണുന്നില്ല അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് വരുമോ നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം നമുക്ക്. പേഴ്സൻ്റെ മെസ്സേജസ് വ്യൂവേഴ്സിനോട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. 9 of coins, King of Cups, beautiful energy. 10 of coins, wow, very nice. Justice and Knight of Wands, wow, like awesome message, very nice. പൈൽ 2 ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് നല്ല ലക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അവർക്ക് ഓക്കെ, സോറി, ഞാൻ അവർ പറയുന്ന പോലെ പറയാം. അങ്ങനെയായിരുന്നു ഞാൻ മറ്റേതിൽ ചെയ്തത്. ഞാനിവിടെ എൻ്റെ
ലൈഫിൽ ഫൈനാൻസസ് എല്ലാം ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ. എനിക്കൊന്ന് സ്റ്റേബിൾ ആവണം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്ക് എൻ്റേതായ ഒരു ഏണിങ്, എനിക്ക് ഒരു ആവശ്യത്തിനുള്ളതെല്ലാം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് തനിച്ച് നിൽക്കാൻ പറ്റണം. ഓക്കെ, അതുമാത്രമല്ല ഒരു കുടുംബം നടത്താൻ, ഒരു ഫാമിലി ആക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി എത്രത്തോളം നമുക്ക് അതിനു വേണ്ടിയുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഫൈനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതിലൊക്കെ ഇപ്പോൾ ഒന്ന് മാറി വരാനുള്ള ശ്രമത്തിലാണ്. ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ചെയ്തിപ്പോൾ ഒന്ന് ഓക്കെ ആവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നൊരു അങ്ങനെ പറഞ്ഞാൽ തന്നെ എനിക്കത് നീയാണ്. എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ തുറന്ന് അത് പറയുന്നത് വളരെ കുറവാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിഷമിപ്പിക്കരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാനത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കും, നീ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നീ കൂടുതൽ ആഗ്രഹിച്ചു പോകും. അപ്പോൾ അതിന് എനിക്ക് സാധിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്കത് സാധിച്ചില്ലെങ്കിൽ എന്താവും, എനിക്ക് ന്യായം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്താവും, അങ്ങനെ ഒരു ചെറിയ പേടിയുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എനിക്കൊരു മടിയും ഉണ്ട് തുറന്ന് പറയാൻ. എനിക്ക് കുറച്ച് മടിയും വരുന്നുണ്ട്. കാരണം അത്ര ഇമോഷണലായിട്ട് ഞാൻ ഫീൽ ചെയ്യുമ്പോൾ ഞാൻ വല്ലാതെ എൻ്റെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ഞാനത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വേദനിപ്പിച്ചാലോ, നീ എന്നെ വിട്ടുപോയാലോ, അല്ലെങ്കിൽ നിനക്ക് അതേപോലെ ഇല്ലെങ്കിലോ, അതും ഒരു കാര്യമാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോഴും എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്, ഒരു പേടിയുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ ഫീലിങ്സ് തുറന്ന് ഞാൻ പറയാറില്ല, എക്സ്പ്രസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരു ഫാമിലി പോലെ, കുടുംബം പോലെ, ശരിക്കും ഒരു ജനറേഷൻ, അതായത് മക്കൾ വേണം, കുട്ടികൾ വേണം, നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് വേണം, ഒന്നിച്ച് നമ്മളെല്ലാം ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്കൊരു നല്ലൊരു ലൈഫ് ഉണ്ടാവണം, വീട്, ഫാമിലി, കുടുംബം, കാര്യങ്ങൾ എല്ലാം അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. ഓക്കെ, എനിക്ക് സാധിക്കാൻ ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഫൈനാൻസ് കാര്യങ്ങൾ ശരിയായാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടെ ജസ്റ്റിസ്, എനിക്ക് ന്യായമായിട്ട് തന്നെ നിന്നോട് ശരിക്കും പ്രോപ്പറായിട്ടൊരു മാരേജ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലീഗലി നമ്മൾ ശരിക്കും എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടൊരു മാരേജ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം മറികടന്ന് പക്ഷേ നമുക്ക് വേണം എന്ന രീതിക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിന്നോട് ഒരിക്കലും ഒരു അന്യായം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഫുള്ളി പോസിബിൾ ആണ് എന്ന് എനിക്ക് ഉറപ്പ് തോന്നുന്നവരെ ഒരല്പം ഞാൻ കുറച്ച് പുറകോട്ട് നിൽക്കും. അത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ചില സമയത്ത് അത് തുറന്ന് കാണിക്കാറില്ല. പക്ഷേ ഞാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഞാനൊരു ന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ റെഡി ആവുന്നുണ്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ആക്ഷൻ എടുക്കും എന്നുള്ള ഉറപ്പ് തരാം ഞാൻ. ഒരല്പം സമയമെടുത്തിട്ടായാലും ഞാൻ വേണ്ടത് ചെയ്യും, ഞാൻ കാര്യങ്ങൾ ചെയ്യും. എല്ലാം ഒരു ഐഡിയ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ, എങ്ങനെയാണ് വരേണ്ടത് എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ബന്ധം തീർച്ചയായിട്ടും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. ലാസ്റ്റ് കാർഡ്. ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അവസാനിപ്പിക്കേണ്ടി വരും, ഒരു തീരുമാനം ഞാൻ എടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല. നിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യം തന്നെയാണ്, എനിക്ക് വേണം. എൻ്റെ ചോയ്സ് നീയാണ് എപ്പോഴും. There is so much happening in my life on all fronts. I am confused about what to prioritize right now. Two of Pentacles. Lovers again. ഇവിടെ lovers ഉണ്ട്. Okay. I am in love with you and I choose you. I am coming towards you with lightning speed. 8 of Wands. Let us find a balance. There is no need to rush as we are on the right path. I am being patient for our love to come to fruition. 7 of Pentacles. Okay. See, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്ന അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എന്താണ് വേണ്ടത് എന്ന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പോൾ ലേശം ബുദ്ധിമുട്ടുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് ശേഷം ഒരു പ്രയോറിറ്റി, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഒന്നും ബെറ്റർ ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് അവർ പറയുന്നത്.
ഐ എം ഇൻ ലവ് വിത്ത് യു ആൻഡ് ഐ ചൂസ് യു, ലവേഴ്സ് കാർഡ്. ഓക്കെ, ഞാൻ അതിനെ പറഞ്ഞ അവരുടെ ചോയ്സ് നിങ്ങളാണ്. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ല. അവരുടെ ലൈഫിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും ശരി, അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഐ എം കമ്മിങ് ടുവേർഡ്സ് യു വിത്ത് ലൈറ്റ്നിങ് സ്പീഡ്. ഞാൻ വരുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് ഞാൻ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്യാം. എല്ലാം ഒന്ന് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ തമ്മിൽ മുന്നോട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ഞാൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു ബാലൻസ് വെക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലെറ്റ് us ഫൈൻഡ് എ ബാലൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാം കാര്യങ്ങൾക്കൊക്കെ സമയം വേണം എന്നുണ്ട്. ഓക്കെ, വേഗം വരുന്നു എന്നും പറയുന്നുണ്ട്, ബട്ട് സമയം വേണം എന്നും പറയുന്നുണ്ട്. രണ്ടുമുണ്ട്. അവരിപ്പോൾ ഒരു പ്ലാനിങ് സ്റ്റേജ് എന്ന രീതിയിൽ പറയാം നമുക്ക്. ഓക്കെ, നിങ്ങളെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് എന്ത് വേണം എന്നൊരു പ്ലാനിങ് സ്റ്റേജാണ്. കാരണം തീർച്ചയായിട്ടും അവർക്ക് വേണം, അത് യാതൊരു ഡൗട്ടും ഇല്ല. ഐ എം ബീങ് പേഷ്യൻറ്റ്. ഓക്കെ, അവർ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തേക്ക് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇതാ പറഞ്ഞത്, മെല്ലെ അവർ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അവർ. പക്ഷേ അത് നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെ ചൂസ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ അവരെ ലൈഫിൽ എങ്ങനെ നിലനിർത്താം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ്. ഇവിടെ പേഴ്സണിന് കൺഫ്യൂഷനൊന്നുമില്ല, നിങ്ങളെ തന്നെയാണ് വേണ്ടത്. ആൻഡ് സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫിൽ അവരെ യുനോ ഫാമിലി പോലെയൊക്കെ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും എന്നുമാണ് കാണുന്നത്. കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഈ പൈൽകാർക്ക്, സെക്കൻഡ് പൈൽകാർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.